ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. മൾട്ടിപ്പിൾ ഗ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയ റവ, അത് ഉപയോഗിച്ചാണ് നമ്മൾ കിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. വരക്, തിന, ചോളം, ഞവരരി, കമ്പ് ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ഈ പൊടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് ചീനച്ചട്ടിയിലിട്ട് വറുത്തിട്ട് മില്ലിൽ കൊണ്ട് പൊടിച്ചെടുത്തതാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ക്യാപ്സിക്കം ഒന്ന് ചെറുതായി കൊത്തിയരിഞ്ഞത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു തക്കാളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നീട് ആവശ്യത്തിന് തേങ്ങ. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇരുമ്പ് ചട്ടിയിൽ 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് സ്ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതെല്ലാം കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം കടുക് നന്നായിട്ട് പൊട്ടി നമുക്ക് ഉഴുന്നിടാം. ഉഴുന്ന് ശകലം ഒന്ന് ചുമന്ന് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയും ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്നൊന്നായിട്ട് നമുക്ക് ചേർക്കാം. ഉഴുന്ന് നന്നായിട്ട് ചുമന്ന് വന്ന് ഇനി നമുക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ശകലമൊന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. നന്നായിട്ട് ഫ്രൈ ചെയ്താവട്ടെ കേട്ടോ. നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ വെജിറ്റബിൾസ് നമുക്ക് ചേർക്കാം. ഉള്ളി ഒരുവിധം വെന്ത് ഇനി നമുക്ക് ക്യാരറ്റ് ചേർക്കാം. പച്ചമുളക്, ക്യാപ്സിക്കം, ഇഞ്ചി എല്ലാം ചേർക്കാം കേട്ടോ. കറിവേപ്പില, തക്കാളി ഇതെല്ലാം നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ എണ്ണ ഒത്തിരി ആവശ്യമില്ല, കരിഞ്ഞു പോവുകയില്ല. ഇരുമ്പ് ചട്ടിയിൽ തന്നെ കുക്ക് ചെയ്യാൻ നോക്കണേ. അതാണ് കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റ്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ കളർ ചിലപ്പോൾ ചേഞ്ച് ആയി പോകും. അതാണ് പ്രശ്നം. കണ്ടോ, കളർഫുള്ളായിരിക്കുന്നത് കണ്ടില്ലേ? നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ കൂടെ ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. ഞാനിതിൽ 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കാം. നല്ല കളർഫുള്ളായിട്ട് ഇരുമ്പ് ചട്ടിയിൽ കുക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷെ അതിന് സീസണിങ് ചെയ്ത് എടുത്ത് വയ്ക്കാനാണ് ബുദ്ധിമുട്ട്. നമ്മൾ നന്നായിട്ട് അതിനെ സീസണിങ് ചെയ്ത് എടുത്തു വെച്ചാൽ എത്ര കാലമായാലും കേടുകൂടാതിരിക്കും. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് ഇതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ചേർക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി, ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഉപ്പ് കുറവായതുകൊണ്ട് ശകലം ഉപ്പ് ഞാൻ ചേർത്ത് ഇതൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ മൾട്ടിപ്പിൾ ഗ്രെയിൻ റവ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. മൾട്ടിപ്പിൾ ഗ്രെയിൻ റവ ചേർത്ത് ഇനി ഇത് കട്ട കൂടാതെ നമ്മൾ സ്ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. ആദ്യം ഈ കട്ടയെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല കട്ടയില്ലാതാക്കിയതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് നമ്മൾ കുക്ക് ചെയ്യണം. ലാസ്റ്റിൽ തേങ്ങ ചേർക്കുക. നമ്മുടെ മൾട്ടിപ്പിൾ ഗ്രെയിൻ റവ കിച്ചടി റെഡിയായി. ഇനി നമുക്കിത് ചട്നിയും കൂട്ടി നമുക്ക് കഴിക്കാം. നമ്മുടെ മൾട്ടിപ്പിൾ ഗ്രെയിൻ റവ കിച്ചടി റെഡിയായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാ ചട്നിയും പപ്പായയും കൂടെ കൂട്ടി കഴിച്ചാൽ വളരെ ഹെൽത്തിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം.
താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സി യു.